ബോത്താംകുന്നിൽ നമ്മളിപ്പം കയറി ഇത് മൈലേച്ചിൻ്റെ വീട്ടിൻ്റെ അതിലൂടെയാണ് കയറുമ്പോൾ തന്നെ അവർ സൂചന നൽകി ഇവിടെ കാട്ടുപന്നിയൊക്കെ ഉണ്ട് കാട്ടുപന്നിയൊക്കെ ഉണ്ട് എന്ന്. ഇത് കേട്ടപ്പാടുന്ന പിന്നെ എൻ്റെ കൂടെയുള്ളവർ അവർ പറഞ്ഞല്ലോ പിന്നെ അവരെ പേരൊന്നും പറയരുത്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അവരേതായാലും ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഏകദേശം മനസ്സിലാവും അവരാരാണെന്ന്. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരമ്മയും മോളുമാണ്. അപ്പോൾ അവർ ഭയങ്കര പേടി, എന്തൊരു പേടിയാ ഒന്നും പറയണ്ട, ഇതുപോലൊരു പേടി. ശരിക്കും കാട്ടുപന്നി മുമ്പിൽ വന്ന് നിന്നതിനെയും കാട്ടി പേടിയായിട്ടാണ് അവരെ ഇത് കണ്ടത്. നമ്മളിപ്പം ഭൂതത്താംകുന്നിലാണ് ഉള്ളത്. അത് നമ്മൾ എടക്കാട്, മുഴപ്പിലങ്ങാട്, കണ്ണൂർ ജില്ലയിൽ. ഓക്കെ, ശരിക്കും അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ഭൂതത്താംകുന്ന് എന്ന് പറയുന്നത് എടക്കാട് റെയിൽവേ സ്റ്റേഷൻ മുതൽ മുഴപ്പിലങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ വരെ നീളുന്ന മുഴപ്പിലങ്ങാട് കുന്ന്, അതാണ് ഭൂതത്താംകുന്ന്. ഭൂതത്താംകുന്നുമായിട്ട് നിരവധി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഇങ്ങനെ നാട്ടുകാർക്കും അല്ലാതെ എല്ലാവർക്കും അറിയാം. ആ ഒരു കുന്ന് കാണുക എന്ന ഉദ്ദേശം എത്ര കണ്ടു അല്ല മതിവരാത്ത ആ കുന്നിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ കുന്ന് കയറി കഴിഞ്ഞിട്ട് നേരെ ഭൂതത്താംകുന്ന് എന്ന് പറഞ്ഞാൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശരിയായ പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭൂതത്താംകുന്നിലേക്ക് പോകാൻ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞല്ലോ, കാട്ടുപന്നിയൊക്കെ ഉണ്ടാവും. കാടാകുമ്പം കാട്ടുപന്നി ഉണ്ടാവും, പക്ഷെ അത് ആക്രമിക്കും. പക്ഷെ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. എന്നാൽ നമ്മളൊക്കെ കയറി. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു എന്താ പറയുക, ഒരു മുമ്പ് ഞാൻ ഭൂതത്താംകുന്നിൽ വരുമ്പോൾ ഇതൊരു വലിയൊരു മൈതാനം പോലെ, ഇവിടെ ഒരുപാട് പശുക്കളെയൊക്കെ കെട്ടു. ഇതിന് തൊട്ടടുത്ത് കടമ്പൂർ പഞ്ചായത്താണ്. അപ്പോൾ അവിടുന്ന് അടുത്ത് വന്ന് കെട്ടാനുള്ള സൗകര്യമൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിലെത്തിയപ്പോൾ മുമ്പേ ഗ്രൗണ്ട് നല്ല എന്താ പറയുക നീളവും വീതിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പം ഗ്രൗണ്ടിൻ്റെ നീളവും വീതിയൊക്കെ കുറഞ്ഞിന്. ആ പഴയ ഓർമ്മയിൽ ഞാൻ പണ്ടത്തെ പോലെ എന്താ പറയുക വട്ടം തിരിയലും കുത്തനെ ഓടലും കറങ്ങലും എല്ലാം ആയി പോകുന്നു.